എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പം പാചകത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്നലെ കൊണ്ട് നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ മെലഡി വിത്ത് കുക്കിങ്ങിൻ്റെ വക നന്ദി അറിയിക്കുവാണ്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ കണ്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓൾ അടിച്ചാൽ നമ്മളിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് പോത്തിറച്ചി ഇല്ലാതെ പോത്തിറച്ചി പോലെ ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മുടെ പപ്പരങ്ങയുടെ ബാലൻസ് ഒരു ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇതുപോലെ ഇറച്ചി കഷ്ണം പോലെയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതുപോലെ രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മളിന്ന് പോത്തിറച്ചി ഇല്ലാതെ ഉള്ള ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ബാക്കി സാധനം നോക്കാം. 2 സബോള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്, രണ്ടും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുവാണ്. പിന്നെ അതിന് വേറെ മസാലയായിട്ട് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ വേണം. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് ഇല്ലാത്ത ഇറച്ചിക്കറി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. പപ്പരങ്ങയും ചക്കക്കുരുവും കൂടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ കുക്കറിനകത്തൊരു 2 വിസിൽ കേൾപ്പിക്കാൻ പോവാം. അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയില്ലെങ്കിലോ, ചക്കക്കുരുവിനൊക്കെ വേവുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് പിന്നെ വഴറ്റി ചേർക്കുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് കാണാം. പപ്പങ്ങയും ചക്കക്കുരുവും കൂടെ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിനകത്ത് 2 വിസിൽ കേൾപ്പിച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് സവോളയും ബാക്കി കാര്യങ്ങളൊക്കെ വഴറ്റി കറി തയ്യാറാക്കാൻ നോക്കാം. സ്റ്റൗ കത്തിച്ചൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ ചട്ടി ചൂടായപ്പം 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് എടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊന്ന് മൂത്ത് വരട്ടെ, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തപ്പം നമ്മൾ എടുത്തു വെച്ച സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ക്യാമറാമാൻ അവിടെ ഏതാണ്ട് നോട്ടൊക്കെ എഴുതുവാണ്. അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് രണ്ടും കൂടെ ഇച്ചിരി പ്രയാസമുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. സവോളയിലേക്ക് നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടാണ് പച്ചക്കറികൾ വേവിച്ചിരിക്കുന്നത്, കപ്പങ്ങയും ചക്കക്കുരുവും വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കറിയാകുമ്പോൾ നോക്കിയിട്ട് ചേർക്കാം. നമ്മുടെ സവോളയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ പിരിയമുളകും സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഈ സമയം നമ്മൾ
എടുത്തു വെച്ച മസാലപ്പൊടി, ഗരം മസാല കൂട്ട് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇറച്ചിക്കറിയുടെ നല്ല മണമാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞോട്ടെ. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആക്കാം. എന്നാലും ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. കാര്യം ഇതിനകത്ത് ഇറച്ചിയല്ലല്ലോ ഉള്ളത്. ഇറച്ചിയാണെങ്കിലും ഒത്തിരി വെള്ളമായാൽ അതൊരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചിക്ക് പകരമുള്ള ഇറച്ചി. അപ്പോൾ തിളച്ചോട്ടെ. ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ ഗ്രേവി അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പങ്ങയും ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കപ്പങ്ങയും ചക്കക്കുരുവും കൂടെ ഞാൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പുമൊക്കെ നോക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരിച്ചേ ഉപ്പിടുന്നുള്ളൂ. കൂടിപ്പോയാൽ കറി കുളമാകും. അതുകൊണ്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മസാലയൊക്കെ ഇതിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പപ്പരങ്ങയും ചക്കക്കുരുവും കൂടെയുള്ള നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്, കുറുകിയൊക്കെ വരുന്നുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മണം അസാധ്യ മണം, ഇറച്ചിക്കറിയുടെ മണം തന്നെയാണ്. ടേസ്റ്റ് വരുമ്പം നമുക്കറിയാമല്ലോ, ഇറച്ചിയുടെ നെയ്യൊന്നും ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെതായ ഒരിത്. എന്നാലും നല്ല കറിയായത്. ഒന്നും ഇല്ലാത്തപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇറച്ചിക്കറി കൂട്ടാം. ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നോട്ടെ. ഇച്ചിരി കൂടെ ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം. നമ്മുടെ പപ്പരങ്ങയും ചക്കക്കുരുവും ചേർന്നുള്ള ഇറച്ചി മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും ഒക്കെ ഒരു ഭംഗിയുണ്ട്. ഇറച്ചിക്കറി പോലെ തന്നെ നമുക്ക് തോന്നൽ മാത്രമല്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പപ്പരങ്ങയൊക്കെ കിട്ടുമ്പം ഇതുപോലെ പപ്പരങ്ങ കൊണ്ട് പല സൈസ് കറികൾ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് പച്ച പപ്പരങ്ങ കൊണ്ടുള്ള പല കറികളും വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.